കുഞ്ഞി പൂമ്പാറ്റ ഉണർന്നു. എണീറ്റാൽ ഉടനെ ബെഡ് കോഫി. അതാണ് അവളുടെ ശീലം. ഊഞ്ഞാലാട്ടക്കാരിക്ക് ഇങ്ങനെ മന്ദായം. സദാ സെന്റ് പൂശി നടക്കുന്ന വമ്പത്തി ചെമ്പകം, ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരി തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും. എന്നാരുടെ കാപ്പി കുടിക്കണം? കുഞ്ഞി പൂമ്പാറ്റ ആലോചിച്ചു. ഹായ്, കിട്ടിപ്പോയി, നറുക്കിട്ടെടുക്കാം. അവൾ ശംഖുപുഷ്പത്തിൻ്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡപ്പിയിലിട്ട് കുടുക്കി. കരിയില ചിക്കുന്ന പൂത്താങ്കീരി നറുക്കെടുത്തു. ആരാ? കുഞ്ഞിപ്പൂമ്പാറ്റ എത്തി നോക്കി. സുന്ദരിമുല്ല. അതു വേണോ? അവൾ അല്പം അഹങ്കാരിയാണ്. കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് സംശയമായി. അല്ലെങ്കിൽ പോട്ടെ, ഇന്ന് അവളുടെ കാപ്പി തന്നെയാവും. കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി. വെളുത്ത സുന്ദരിമുല്ല ചുകന്നിരിക്കുന്നു. അയ്യോ, എന്തു പറ്റി? ഒന്നും പറയണ്ട, ഒരു ചെങ്കണ്ണ്. സുന്ദരിമുല്ല വേദന കൊണ്ട് പറഞ്ഞു. ഞാനിപ്പോൾ വരാം. കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്കോടി. എന്തു പറ്റി? പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും ഈച്ച ഭാഗവതനും തേൻവണ്ണും കൂടി. ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. 4 തെങ്ങിൻ പൂ, 6 നന്ദ്യാർ വട്ടത്തിൻ്റെ മുട്ട്, കരിനൊച്ചിയില 1. വൈദ്യർ പറഞ്ഞു തീരണ്ടേ താമസം. വണ്ട് തെങ്ങിൻ പൂ കൊണ്ടുവന്നു. തേനീച്ച നന്ദ്യാർ വട്ടത്തിൻ്റെ മുട്ട് കൊണ്ടുവന്നു. കരിനൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ്. വൈദ്യർ മരുന്നുണ്ടാക്കി. സുന്ദരമുള്ളയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്ന ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും. എല്ലാവരും ഒന്ന് മാറൂ. ചെമ്പരത്തി ശബ്ദമുയർത്തി. സുന്ദരിമുള്ളയുടെ കണ്ണിൽ മരുന്നൊറ്റിച്ചു. വൈദ്യർ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ. സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞു ചരിഞ്ഞു നോക്കി. ചപ്പില ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു. ഇനി എല്ലാവരും പൊയ്ക്കോളൂ, നാളേക്കെല്ലാം ഭേദം.